ഹലോ, നമുക്ക് ഇന്നൊരു അടിപൊളി സൺഫ്ലവർ കീ ചെയിൻ്റെ ഒരു അപ്ലിക്ക് ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാജിക് റിങ് ചെയ്യാം. മാജിക് റിങ്ങിലേക്ക് 6 സിംഗിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോഴും ആദ്യത്തെ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാൻ മറക്കരുത്. അതൊരു പ്രാക്ടീസാക്കി മാറ്റി, എന്നാൽ മാത്രമേ നമുക്ക് ഓരോ റോയും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം ആ ടെയിൽ എൻഡ് പുള്ള് ചെയ്തെടുക്കുക. നമ്മളിനി സെക്കൻഡ് റോ ചെയ്യേണ്ടത് ഓരോ സ്റ്റിച്ചിലും ഒരു ഇൻക്രീസ് വീതമാണ്. അതായത് ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ വീതം ഇടാനായിട്ട് ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമുക്ക് ആ റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 12 സ്റ്റിച്ചുകൾ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ റോ കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ്. അതാണ് നമ്മൾ 6 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 18 സ്റ്റിച്ചുകളാണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യയും ഒരു ഇൻക്രീസും. ഇനി നമ്മൾ നാലാമത്തെ റോ ചെയ്യുകയാണ്. നാലാമത്തെ റോ ചെയ്യുമ്പോൾ ആദ്യത്തെ 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതവും, മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസും. അതും നമ്മൾ 6 തവണ റിപ്പീറ്റ് ചെയ്യണം. ആ റോ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്ക് ടോട്ടലി വേണ്ടത് 24 സ്റ്റിച്ചുകളാണ്. അപ്പോൾ അത് കൗണ്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ഇനി നമ്മളത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയായിരിക്കും നമുക്ക് സ്ട്രക്ചർ കിട്ടുന്നത്. അത്യാവശ്യം കുറച്ച് നീളത്തിൽ നമ്മൾ യാൺ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക അടുത്ത സ്റ്റിച്ചിൽ. എന്നിട്ട് ഈ പിക്ചറിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു സൂചിയിൽ നൂല് കോർത്തിട്ട് ഒന്ന് തുന്നിയെടുക്കുക. ഒന്ന് സെക്യൂറായിട്ട് ആ എൻഡ് നല്ല ഭംഗിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് തുന്നിയെടുക്കുന്നത്. ഇനി നമ്മൾ പെറ്റൽസാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ യാൺ എടുക്കുന്നു. യെല്ലോ യാൺ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ബേസിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും ഒരു ഡബിൾ ക്രോഷ്യയും സെയിം സ്റ്റിച്ചിൽ തന്നെ ഇടുക. ആദ്യം നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ അടുത്തത് ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് ചെയിൻ 2 ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യയും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും ചെയ്യുക. ഇനി സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട പാറ്റേൺ. അടുത്തത് ഇതുപോലെ തന്നെ ചെയിൻ 1 ചെയ്തിട്ട് സെയിം പാറ്റേൺ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് ചെയിൻ 2, അങ്ങനെ ചെയ്ത് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ